സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മാസ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും ഈസി ആയിരിക്കും എക്സാമിന് ചെല്ലുമ്പോൾ. കണക്ക് വെറും ഈസിയാണ്. അതിൻ്റെ തിയറി ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തിയറി ഫോർമുലയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കണക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കിട്ടാവുന്ന അത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും സി ഇസഡ് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3 പേരും കൂടി ഒന്നിച്ച് എത്ര ദിവസം എടുക്കും ആ ജോലി പൂർത്തിയാക്കാൻ? ഇങ്ങനെയുള്ള ചോദ്യം സാധാരണ കാണാറുണ്ട്. അതായത് എ ചെയ്യുന്നത് എക്സ് ദിവസം കൊണ്ടും ബി ചെയ്യുന്നത് വൈ ദിവസം കൊണ്ടും സി ചെയ്യുന്നത് ഇസഡ് ദിവസം കൊണ്ടും ആയാൽ ഒരു ഫോർമുല ഉണ്ട്. 3 പേരും കൂടി ആ ജോലി എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് ഇപ്പോൾ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഓർക്കാൻ എളുപ്പമാണ്. കാരണം 3 കൂടി ഇൻറ്റു ചെയ്യുക, 3 ദിവസങ്ങളും കൂടെ ബൈ, പിന്നെ ഈ 2 വെച്ച് ഗ്രൂപ്പ് ചെയ്ത് കൂട്ടുക. എക്സ് വൈ ഇസഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. എ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി ആ ജോലി 4 ദിവസം കൊണ്ടും സി അതേ ജോലി 6 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3 പേരും കൂടി ഒന്നിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദ്യം. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഫോർമുല വെച്ച് എക്സ് വൈ ഇസഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. എക്സ് എന്ന് പറയുന്നത് 12, വൈ എന്ന് പറയുന്നത് 4, ഇസഡ് എന്ന് പറയുന്നത് 6. അതായത് 12 ഗുണം 4 ഗുണം 6 ബൈ, ഇനി അത് ഗ്രൂപ്പ് ചെയ്യുക, 12 ഗുണം 4 പ്ലസ് 4 ഗുണം 6 പ്ലസ് 12 ഗുണം 6. അതായത് 12 ഗുണം 4 ഗുണം 6 ബൈ 48 24 72 144 വരും ഇതിൽ. അപ്പോൾ ഇവിടെ 12, ഇവിടെ 12 4 കൊണ്ട് കട്ട് ചെയ്യാൻ, ലാസ്റ്റിലെ 2 സംഖ്യ 4 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 4 കൊണ്ട് കട്ട് ചെയ്യുക. അതായത് 4 3 12 ശിഷ്ടം 2 4 6 24. ഇനി ഇതോ 3, ഇനി 6 6 36 3 2 6 2 4. അതായത് 3 ആളും കൂടി എത്ര ദിവസം എടുക്കും ആ ജോലി ചെയ്ത് തീർക്കാൻ? 2 ദിവസം. എത്ര ദിവസം എടുക്കും? 2 ദിവസം. അതായത് 12 ഗുണം 4 ഗുണം 6 ബൈ, ഇനി ഗ്രൂപ്പ് ചെയ്ത് കൂട്ടുക, 12 ഗുണം 4 പ്ലസ് ഈ 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, 4 ഗുണം 6 പ്ലസ് 12 ഗുണം 6. അതായത് 12 ഗുണം 4 ഗുണം 6 ബൈ 144 വരും. 12ൻ്റെ സ്ക്വയറാണ് 144. അപ്പോൾ 12 12 അങ്ങനെയും കട്ട് ചെയ്യാം. 12ൻ്റെ സ്ക്വയർ ആണല്ലോ 144. ഇനി 4 3 3 2. അപ്പോൾ 3 ആളും കൂടി എത്ര ദിവസം എടുക്കും? 2 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും. ഈ ഫോർമുല പഠിച്ചിരുന്നാൽ എളുപ്പമാണ്. എക്സ് വൈ ഇസഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. എയും ബിയും കൂടെ ഗ്രൂപ്പ് ചെയ്ത് ഈ 2 പേര് വെച്ചിട്ടാണ് ഒന്നിച്ചാന്ന് പറയുന്നത്. എയും ബിയും കൂടി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും കൂടി വൈ ദിവസം കൊണ്ടും എയും സിയും കൂടി ഒരുമിച്ച് ഇസഡ് ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുന്നുവെങ്കിൽ ഫോർമുല മാറും. 3 പേരും കൂടി ഒരുമിച്ച്, ഈ 2 പേര് ഗ്രൂപ്പ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് 2x y z എന്ന് ഓർത്താൽ മതി. ബാക്കി മറ്റേതുപോലെ തന്നെ 2x y z ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. അതായത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാമെന്ന് എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു, അതായത് 2 ഇൻറ്റു 10 ഇൻറ്റു 15 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 15 എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ്
എക്സ് ഇസഡ്. അതായത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് എയും ബിയും കൂടി എക്സ് ദിവസം, ബിയും സിയും കൂടി വൈ ദിവസം, എയും സിയും കൂടി ഇസഡ് ദിവസം, രണ്ടുപേര് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫോർമുല മാറും. 2xyz രണ്ടുപേരെന്ന് ഓർത്താൽ മതി, 2 കൂടെ ചേർക്കണം, നേരത്തെയുള്ള ഫോർമുലയുടെ കൂടെ. 2xyz by xy plus yz plus zx. അതായത് 2 × 10 × 15 × 12 ബൈ 5 × 10 150 പ്ലസ് 180 പ്ലസ് 120 സമം 2 × 10 × 15 × 12 ബൈ 450. അതായത് ഈ 0 കൂടെ വെട്ടിക്കളഞ്ഞു. ഇനി 15 3 45 3, ഈ 3ഉം ഇതും കൂടെ വെട്ടാം. 3 4 12 എത്ര കിട്ടി? 8 ദിവസം. അതിന് ഫോർമുല എന്താണെന്ന് ഓർക്കണം. 2xyz by xy plus yz plus zx. ഓരോരുത്തരുടെയും സെപ്പറേറ്റ് തന്നെങ്കിൽ നമുക്ക് xyz by xy plus yz plus zx രണ്ടുപേര് വീതം ഗ്രൂപ്പ് ചെയ്തല്ലേ ഇവിടെ. എയും ബിയും കൂടി എക്സ് ദിവസം, ബിയും സിയും കൂടി വൈ ദിവസം, എയും സിയും കൂടി ഇസഡ് ദിവസം. അങ്ങനെയാണെങ്കിൽ 3 പേരും കൂടെ അന്നേരം ഈ ഫോർമുലയാണ് 2xyz by xy plus yz plus zx. ഇവിടെ എയും ബിയും കൂടി 10 ദിവസം കൊണ്ടും, ബിയും സിയും കൂടി 15 ദിവസം കൊണ്ടും, എയും സിയും കൂടി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ 3 പേരും കൂടി 2xyz by xy plus yz plus zx. മുമ്പേ ചേർത്തതിൽ നിന്ന് xyz ഓരോരുത്തരുടെയും പറയുമ്പോൾ ഇത് 2 പേര് വെച്ച് ഗ്രൂപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ 2xyz by ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 10 × 15 15 × 12 10 × 12. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉത്തരം എത്ര കിട്ടും? 8 ദിവസം. ഒരു ടാങ്കിലെ 2 പൈപ്പുകൾ. ആദ്യത്തെ പൈപ്പ് തുറന്നാൽ x മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുന്നു. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ y മണിക്കൂർ കൊണ്ട് നിറയുമെങ്കിൽ 2 പൈപ്പും കൂടി ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര മണിക്കൂർ എടുക്കുമെന്ന്. അതായത് xy by x plus y എന്നുള്ള ഫോർമുല ഓർത്തിരുന്നാൽ മതി. ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 10 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുന്നു. ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 10 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 15 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ടാങ്ക് നിറയുന്നു. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പും കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ എടുക്കും എന്നാണ് ചോദ്യം. അതായത് ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. 10 × 15 ബൈ 10 പ്ലസ് 15 xy ബൈ x പ്ലസ് y 150 ബൈ 25. അതായത് 6 മണിക്കൂർ എടുക്കും. 6 മണിക്കൂർ. ഈ ഫോർമുല ഓർക്കുക. 2 പൈപ്പുകൾ, ഒരു ടാങ്കിലെ 2 പൈപ്പുകൾ. ആദ്യത്തെ പൈപ്പ് തുറന്നാൽ x മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ y മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ 2 പൈപ്പുകൾ കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് നിറയാതെ? xy ബൈ x പ്ലസ് y മണിക്കൂർ. xy ബൈ x പ്ലസ്. ഒരു വശത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ. അതായത് സമഭുജ ത്രികോണം എന്ന് പറയാൻ 3 വശങ്ങളും തുല്യമായിരിക്കും. എ അതായത് അത് 14 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല √3/4 a². √3 a²/4. അതായത് √3 × 14² √3 × 196/4 കട്ട് ചെയ്യുമ്പോൾ 49 വരും. 49 √3 ചതുരശ്ര സെൻറ്റിമീറ്റർ. അതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. വിസ്തീർണം കാണാനുള്ള വശമുള്ള സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല √3 a²/4. √3 × a എന്ന് പറയുന്നതിൻ്റെ വശം 14² √3 × 196/4. ഇത് ഹരിക്കുമ്പോൾ 49 കിട്ടും. 49 √3 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരീരത്തിൻ്റെ നീളം 10% വീതി 20% വർദ്ധിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? അതായത് a + b + ab/100 എന്ന
ഫോർമുല ഓർത്തിരുന്നാൽ മതി. എന്ന് പറയുന്നത് 10%, ബി 20%. അതായത് 10 പ്ലസ് 20 പ്ലസ് 10 ഇൻറ്റു 20/100. 10 പ്ലസ് 20 പ്ലസ് 2, അതായത് 32%. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. നീളം 10%, വീതി 20%. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. എ എന്ന് പറയുന്നത് 10 ആദ്യത്തേത് നീളം, ബി 20 പ്ലസ് 10 ഇൻറ്റു 20/100. ഇത് ഈ ഫോർമുല ഓർത്തിരുന്നാൽ ചതുരാകൃതിയിലുള്ള ഒരു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയത്തിൻ്റെ നീളവും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്. നീളം 70 മീറ്റർ, വീതി 15 മീറ്റർ. അപ്പോൾ നമുക്ക് ചുറ്റളവ് കാണാൻ, ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി ചുറ്റളവ്. 2 ഇൻറ്റു ലെങ്ത് എത്ര? 70, എടുത്ത് 15. അതായത് 2 ഗുണം 85 സമം 170 മീറ്റർ. അതാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് ഈ സ്റ്റേഡിയം ഏതാകൃതിയിലാണ്? ചതുരാകൃതിയിലാണ്. നീളവും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്. ലെങ്തും ബ്രെഡ്ത്തും 2 ഇൻറ്റു എൽ പ്ലസ് ബി. ലെങ്ത്, നീളം, ബ്രെഡ്ത്ത്, വീതി. അതായത് 2 ഇൻറ്റു 70 പ്ലസ് 15, 170 മീറ്റർ. ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളവും വീതിയും ഇരട്ടിക്കുന്നു. ഈ നീളം എന്ന് പറയുന്നത് 2L ആകുന്നു, വീതി എന്ന് പറയുന്നത് 2B ആകുന്നു. ആദ്യമുള്ള ഇതിൻ്റെ L ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇവിടെ വിസ്തീർണം എത്ര മടങ്ങാകും നോക്കാൻ. 2L ഇൻറ്റു 2B, അതായത് 4 ഇൻറ്റു L ഇൻറ്റു ബി, അതായത് 4 മടങ്ങാകും. ആദ്യമുള്ള ഇതിനെ ഇരട്ടിക്കുമ്പോൾ ആദ്യം ഉള്ള ഇത് ലെങ്തും ബ്രെഡ്ത്തും 2L-ഉം 2B-യും ആകുന്നു. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. 2L ഇൻറ്റു 2B, 4 മടങ്ങാണ് ഉത്തരം. ലെങ്തും ബ്രെഡ്ത്തൂടെ ഗുണിക്കുന്നതാണെന്നല്ല വിസ്തീർണം. അതായത് 2L ഇൻറ്റു 2B, അതായത് 4 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇരട്ടിച്ച് കഴിയുമ്പോൾ അതായത് 4 മടങ്ങാണ്. ഒരു സമചതുരത്തിൻ്റെ വികർണം 6 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് കാണുക. അതായത് സമചതുരം 4 വശവും തുല്യമായിട്ടുള്ള അതിൻ്റെ വികർണം എന്ന് പറയുന്നത് എതിർ കോണുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വികർണം ഡി ആയാൽ പരപ്പളവ് കാണാനുള്ള ഫോർമുല d²/2. d²/2 വികർണം ഇതാണ്. 6²/2, അതായത് 36/2, 18 സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെ 18 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഉത്തരം. വികർണം തന്നാൽ പരപ്പളവ് കാണാനുള്ള ഫോർമുല d²/2. ഡി ആണ് വികർണത്തിൽ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ എന്ന്. അപ്പോൾ 6²/2, 36/2, 18 സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇതാണ് വികർണം. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും തുല്യമായിരിക്കും. ബിന്ന് ബിയിലേക്ക് 360 കിലോമീറ്റർ, ബിന്ന് എയിലേക്കും തുല്യം ദൂരം. 2 യാത്രയാണെങ്കിലും തുല്യം ദൂരമാണ്. അതായത് തുല്യ ദൂരവും 2 വ്യത്യസ്ത വേഗതയുമാണ്. ആദ്യത്തെ വേഗത എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത്തെ വേഗത എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ. അതായത് വ്യത്യസ്ത വേഗതകളും തുല്യ ദൂരവുമായാൽ ശരാശരി വേഗത കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. ശരാശരി വേഗത, ആദ്യത്തെ വേഗത S1, രണ്ടാമത്തെ വേഗത S2. വേഗതയാണ് വ്യത്യസ്തം, ദൂരം സെയിം ആണ്. എയിൽ ബിയിലോട്ടുള്ള ദൂരം തന്നെയാണ് ബിയിൽ എയിലേക്കുള്ള ദൂരം. ഒരേ ദൂരവും വ്യത്യസ്ത വേഗതകളുമായാൽ ശരാശരി വേഗത കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ആദ്യത്തെ സ്പീഡ് S1, രണ്ടാമത്തെ സ്പീഡ് S2 ആണെന്ന് ഇരിക്കട്ടെ. അപ്പം 2S1 S2 ബൈ S1 പ്ലസ് S2, അതായത് 2 ഇൻറ്റു 40 ഇൻറ്റു 60 ബൈ 40 പ്ലസ് 60. 2 ഇൻറ്റു 40 ഇൻറ്റു 60 ബൈ 100, അതായത് 48 കിലോമീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത. ഓപ്ഷൻ സി ആണ്. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഒരേ ദൂരവും വ്യത്യസ്ത വേഗതകളുമായാൽ ആദ്യത്തെ വേഗത S1, രണ്ടാമത്തെ S2 ആയാൽ 2S1 S2 ബൈ S1 പ്ലസ് S2 ആണ് ശരാശരി വേഗത കാണാനുള്ള ഫോർമുല. അതായത് വ്യത്യസ്ത വേഗതകളും ഒരേ ദൂരവുമായാലാണ് അങ്ങനെ കാണാനുള്ള ഫോർമുല. അതായത് 2S1 S2, ആദ്യത്തെ സ്പീഡ് എയിന്ന് ബിയിലോട്ട് പോകുന്നത് 40 കിലോമീറ്റർ പെർ അവർ. അതായത് മണിക്കൂറിൽ 40 കിലോമീറ്റർ എന്ന് പറയാൻ 40 കിലോമീറ്റർ പെർ അവർ ആണ്
40 km/മണിക്കൂറാണ് ആദ്യത്തെ വേഗത. രണ്ടാമത്തെ ബിന്ന് എയിലോട്ട് 60 km/h. അത് ശരാശരി വേഗത കാണാൻ 2s1s2/s1 + s2 2 × 2 സ്പീഡും കൂടെ ഗുണിക്കുക ബൈ 2 സ്പീഡും കൂടെ കൂട്ടുക 48 km/h ആണ് ഉത്തരം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.